തങ്ങളുടെ രചനയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് കവിതയോടടുത്ത് നിൽക്കുന്ന ഭാഷയാണ്. അവയെ മെനയുന്ന രൂപകങ്ങളും അലങ്കാരങ്ങളുമാണ്. നെറുകിയടിച്ചു വീണ മഴ, ലഹരിയാൽ വ്യഞ്ചരിക്കപ്പെട്ട മുഖം, വൈകുന്നേരങ്ങളിലെ മഴ, തുലാമാസത്തിൻ്റെ ദുശീലം, കള്ളൊഴുകുന്ന സിര പോലെ പൂണൂൽ, 3 ശിരസ്സുകളുടെ അടുപ്പുകല്ലുകൾക്കിടയിൽ പുതിയ സൗഹൃദം, പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന ജഡം വേരുകളറ്റിയൊരു ദ്വീപാണ്, ഒഴുക്കിൻ്റെ പേശിയിളക്കം. ഇങ്ങനെ അസംഖ്യം അലങ്കാരങ്ങൾ, ഉപമകൾ, ഉൾപ്രേക്ഷകൾ, അവയുടെ പെരുങ്കടൽ. കവിതകൾ എന്ന രീതിയിൽ വേണമെങ്കിൽ വായിക്കാവുന്ന ആഖ്യാനം കടലയായി തന്നെ കാണാൻ ശീലിക്കൂവെന്ന് യാഥാർത്ഥ്യബോധത്തെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും മറ്റൊരു കഥയിൽ ഒരു കഥാപാത്രം. ഈ നശിച്ച അലങ്കാരങ്ങളാണ് മനുഷ്യനെ സത്യത്തിൽ നിന്നും ഇത്രയും അകറ്റിയത് എന്നൊരിടത്ത്. സത്യത്തെ വെളിപ്പെടുത്തുന്ന അലങ്കാരങ്ങൾ പരുപരുത്തിരിക്കുമെന്ന് മറ്റൊരിടത്ത്. അത് സത്യവുമായി എപ്പോഴും ചേർന്നിരിക്കും. ക്രിസ്തുവും കുരിശും പോലെ. കുരിശ് ക്രിസ്തുവിനൊരിക്കലും ഒരു ഇല്ലല്ലോ. അലങ്കാരത്തെ വിചാരണ ചെയ്യുകയാണോ സ്വന്തം രചനയിലൂടെ? ക്രിയേറ്റിവിറ്റിയുടെ സാഫല്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്രാഫ്റ്റിലൂടെയാണ്. നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന, ഫേസ്ബുക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന, കാമുകിയോട് രഹസ്യമായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ക്രയവിക്രയം നടത്തുന്ന വാക്കല്ല സാഹിത്യത്തിലെ വാക്ക്. അത് സ്വർണം പോലെയല്ല, സ്വർണത്തെക്കാൾ അമൂല്യമായിട്ടുള്ള ഒരു ലോഹം ആണ് വാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 916 മൂല്യം എന്ന് പറയുമ്പോൾ 1000 ഗ്രാമിൽ 916 സ്വർണവും ബാക്കി 84 ചെമ്പും എന്നാണ് അതിൻ്റെ കണക്ക്. അങ്ങനെയാണ് അത് 1000 ആകുന്നത്. ഓരോ 1000-ലും 916 സ്വർണം ഉണ്ടാവണം. കവിതയുടെ സ്വർണം എന്ന് ഞാൻ സാങ്കേതികമായിട്ട് പറയണം, സ്വർണത്തെക്കാൾ മൂല്യമുള്ള ഒരു സംഗതി എടുത്തിട്ടാണ് നമ്മൾ ഗദ്യവും എല്ലാം സൃഷ്ടിക്കുന്നത്. എഴുത്തിൻ്റെ ഒരു യഥാർത്ഥ സത്ത പ്രകാശിതമാകുന്നത്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞ കവിതയാണെന്ന് അറിയാലോ. ഇപ്പം പോയട്രി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയട്രി അല്ലാതെ ഒന്നും എഴുതാൻ പറ്റില്ല. നമുക്ക് സംസാരിക്കാൻ സാധിക്കും. സംസാരിക്കുമ്പോൾ പോലും ഈ പോയട്രിയുടെ ഇത് ആവേശം, ഭൂതാവേശം പോലെ ഒന്ന് നമ്മളിൽ കടന്നു കയറും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സ്വർണ്ണാഭരണങ്ങളിൽ ഞാനിപ്പോൾ നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാഹിത്യ ക്യാമ്പ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 10-12 ക്യാമ്പുകൾ 10-12 വർഷമായിട്ട് ഞങ്ങൾ നടത്തി. അതിൽ കുട്ടികളോട് പറയുന്ന പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയാൻ കൊള്ളില്ല, എന്നാലും ഞാൻ നിർദ്ദേശമോ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഒരു സന്ദേശവുമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കഥയോ കവിതയോ എഴുതുന്നതിന് മുമ്പ് അടുത്തുള്ള ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പണിക്കാരൻ്റെയോ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ്റെയോ അവരുടെ പണിശാലയിൽ ഒന്ന് പോയി കുറച്ചു നേരം ചെലവഴിക്കണം. ഒരു മാലയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വള ഉണ്ടാക്കുവാൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ അർപ്പിക്കുന്ന അർപ്പണമുണ്ടല്ലോ, അതിനകത്തുള്ള ആ വ്യഗ്രതയും ആ സമർപ്പണമുണ്ട്, അത് മനസ്സിലാക്കണം. കാരണം അതിനേക്കാൾ അമൂല്യമായ ഒരു പണിത്തരത്തിലാണ് നിങ്ങൾ പണിയുന്നെന്നുള്ള ബോധം നിങ്ങൾക്ക് ആദ്യം വേണം. നമ്മൾ ഒരിക്കലും നമുക്ക് തന്ന മാലയോ മോതിരമോ വളയോ ഉണ്ടാക്കി തന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉള്ള അതിൻ്റെ ശില്പിയെ അന്വേഷിക്കാറ് പോലുമില്ല. പക്ഷെ ഒരു നല്ല കവിത കണ്ടാൽ അത് ആരെഴുതിയാൽ നമ്മൾ ഓർത്തു വയ്ക്കും. അയാൾക്ക് നമ്മൾ പത്മശ്രീ കൊടുക്കും, ജ്ഞാനപീഠം കൊടുക്കും, നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, അയാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആദരത്തിൻ്റെ അളവ് ഇതിനേക്കാളൊക്കെ എത്രയോ മീതെ. അതിനർത്ഥം സ്വർണത്തേക്കാൾ അമൂല്യവും ഏറ്റവും മനുഷ്യൻ രാശി മുഴുവനും ഒന്നടങ്കം നമസ്കരിക്കുന്നതുമായ ഒരു സംഗതിയാണ് വാക്ക് എന്നുള്ളതാണ്. ആ വാക്കിൻ്റെ സാഫല്യം, അതിൻ്റെ പരമമായ സാഫല്യമാണ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗദ്യം എഴുതുമ്പോൾ പോലും, പഴയ കാലത്ത് ഗദ്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ മാതങ്കലില്ല, ആനയുടെ ഇത് പറയുന്നതും കവിതയിലായിരുന്നു. ലീലാവതി ഗണിതശാസ്ത്രം പറയുന്നതും കവിത ഇൻ ദ സെൻസ് താളത്തിലായിരുന്നു. അതിനകത്തും കൃത്യമായ അലങ്കാരങ്ങളൊക്കെ അവരിടയ്ക്ക് ഭംഗിക്ക് വേണ്ടി ചേർക്കും. കുവലയാനന്ദം വെറുതെ പറഞ്ഞു പോകുമ്പോൾ വിഹായസിൽ വിഹംഗങ്ങൾ വിഹരിക്കുന്നു സ്വൈരമായി, കിളി നിൻമൊഴി തേനായി പോകയാൽ കൂട്ടിലായി നീ എന്നൊക്കെ വെറുതെ പറഞ്ഞു വേണം കൂട്ടത്തിൽ. വലിയ പോയട്രിയാണ്. അപ്പോൾ അത് മനസ്സിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എഴുത്തിലെല്ലാം
സ്വാഭാവികമായി കവിത പ്രവഹിക്കാൻ തുടങ്ങും. നമ്മളറിയാതെ തന്നെ അത് പ്രവഹിക്കും. അപ്പോൾ നമ്മൾ 1000 ഗ്രാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് 916 ഈ കവിതയുടെ സ്വർണമായിരിക്കണം. ബാക്കി മാത്രമേ നമുക്ക് ഗദ്യത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതികതയുടെ, ക്രാഫ്റ്റിൻ്റെ, നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ എല്ലാം ഈ 84 മാത്രമേ സാധ്യമാവുള്ളൂ. മറ്റേത് പ്യുവറായിട്ടുള്ള പോയട്രി ആയിരിക്കണം. അപ്പം അതാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് തറച്ച് കയറുന്നത്, നിലനിൽക്കുന്നത്, അനശ്വരമായി തീരുന്നത് ആ പോയട്രി തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ഗദ്യം നിങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ, ഒരു നോവലോ ചെറുകഥയോ ലേഖനം പോലും ആകട്ടെ നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അതിനകത്ത് 916 കവിത ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. സമയപരിമിതിയിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് പ്രേക്ഷകരിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥയാണ് റിപ്പബ്ലിക്. അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്, ഗാന്ധിജി ഗാന്ധിജി എൻ്റെ കുഞ്ഞിനെ പിടിച്ചോ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഭക്ഷണം കഴിക്കാത്ത കുട്ടിയെ പേടിപ്പിക്കുന്ന ഒരമ്മ. ദശാബ്ദങ്ങൾക്ക് ശേഷം അതേ സുഭാഷ് ചന്ദ്രൻ ഗാന്ധിജിയെ വീണ്ടും വായിക്കുന്നു, എഴുതുന്നു. ജ്ഞാനസ്നാനത്തിൽ കേവലം പെട്ടെന്നുള്ള ഒരു എഴുത്തല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സുഭാഷ് ചന്ദ്രൻ്റെ വാക്കുകൾക്കപ്പുറത്തേക്ക് ഉള്ള ചൂണ്ടുപലകയാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആ കൊട്ടേഷൻ. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം സുഭാഷ് ചന്ദ്രനിൽ ഗാന്ധി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, മഹത്വത്തെ സംബന്ധിക്കുന്ന ഒരു ആധാരം എൻ്റെ ആത്മാവിൽ എവിടെയോ ഉറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഭൂമിയിൽ പല മനുഷ്യരെയും ഞാൻ എൻ്റെ ഉരകല്ലിൽ വരച്ച് നോക്കിയിട്ട് ഉണ്ടെങ്കിലും ഗാന്ധിജിയിലെത്തുമ്പോൾ ആണ് ഞാൻ വീണ്ടും വീണ്ടും തടഞ്ഞു പോകുന്നത്. കാരണം അസാധ്യം എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രേറ്റ്നെസ് അദ്ദേഹത്തിലുണ്ടായിരുന്നു. ഒരുപാട് കുറവുകൾ, ഇപ്പോൾ ഗാന്ധിജിയെ പറ്റിയുള്ള വിമർശനങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പല നമ്മുടെ വലിയ എന്ന് നമ്മൾ കരുതുന്ന പലരും മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തി സംസാരിക്കുന്നത്, വിമർശിക്കുന്നതൊക്കെ കേട്ടിട്ടുള്ള ആളാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ ഒരു ഇത് മാത്രമാണ്. എന്നാൽ എൻ്റെ ഉരകല്ലിന്, എൻ്റെ ചെറിയ ആത്മാവിൻ്റെ ഉരകല്ലിൽ ഉരച്ചിട്ടും തിളക്കം നഷ്ടപ്പെടാത്ത, പൂർണ്ണമായിട്ടും പൊന്നായി തന്നെ നിൽക്കുന്ന ഒരു പ്രാണൻ മഹാത്മാഗാന്ധിയുടെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എല്ലാ പരിമിതികളോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സങ്കല്പത്തെ എനിക്ക് കൈവിടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്കാലം, ഇപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കഥയിലാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അമ്മമാർ ഭാവിയിൽ കൊച്ചിനെ ഊണ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി വടി ഏന്തി പുതച്ചു നിൽക്കുന്ന ഗാന്ധിയുടെ രൂപം ചൂണ്ടിക്കൊണ്ട് ഗാന്ധിജി ഗാന്ധിജി വേഗം വാ, എൻ്റെ കുഞ്ഞിനെ പിടിച്ചോ എന്ന് ഉമ്മാക്കി കാണിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു കാലം അന്ന് എഴുതി വെച്ച. ചിതലുകളാൽ ദിഗ്വിജയം ചെയ്യപ്പെട്ട മോഹൻദാസ് കരംചന്ദിൻ്റെ ചില്ലുപടം എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 23 വയസ്സിൽ എഴുതിയ കഥയാണ്. ചിതലുകളാൽ ദിഗ്വിജയം ചെയ്യപ്പെട്ട മോഹൻദാസ് കരംചന്ദിൻ്റെ ചില്ലുപടം എന്നെഴുതി. പഴയ കാലത്ത് നമ്മുടെ വീട്ടു ചുമരുകളിലൂടെ സ്ഥിരം കാഴ്ചയാണ് വക്കൊക്കെ ഇങ്ങനെ ചിതലുകൾ അരിച്ച്. ഇന്ന് ആ ചിതലുകൾ അദ്ദേഹത്തെ ആക്രമിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ കാഴ്ച നമ്മൾ കാണുന്നതാണ്. ചില ചിതൽപുറ്റുകൾ മഹാക്ഷേത്രങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി വയ്ക്കുന്ന അശ്ലീലമായ കാഴ്ചകൾ നമ്മൾ കാണുക. അദ്ദേഹത്തെ നോട്ടിൽ നിന്ന്, കറൻസി നോട്ടിൽ നിന്ന് പോലും മാറ്റുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ഭയം എനിക്കുണ്ട്. ഇപ്പോൾ ഗാന്ധിജിയെ, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഈ പാവം രാഹുൽ ഗാന്ധിയെ കൊണ്ടിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ ഈ മഹാത്മാഗാന്ധിയെ പോലെ ഒരു വലിയ മരുന്ന് കയ്യിലുണ്ടായിട്ട് അതിനെ എടുത്ത് പ്രയോഗിക്കാനുള്ള ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം. കാരണം ആ വോൾട്ടത താങ്ങുവാനുള്ള ഫിലമെൻ്റ് നമ്മുടെ പുതിയ കാലത്ത് കോൺഗ്രസ്സുകാർക്കില്ല. ആ വോൾട്ടത താങ്ങുവാനുള്ള ഫിലമെൻ്റ് ഉള്ള ഒരു 3-4 നേതാക്കന്മാർ ഈ കോൺഗ്രസ്സിലേക്ക് വന്നാൽ പോലും നമുക്ക് ഇന്ത്യയുടെ പ്രതിസന്ധിയെ, ഇപ്പോഴത്തെ പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കും. കാരണം അത്രയും വലിയ മഹത്തായ പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനം, അതിൻ്റെ കാലഹരണപ്പെട്ടു എന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. എങ്കിൽ പോലും അതിൻ്റെ മൗലികമായ ആശയങ്ങൾ, ഇന്ത്യ എന്ന പൊതുവായിട്ടുള്ളൊരു ആശയത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ പ്രത്യാശകൾ നമുക്ക് പുനരുദ്ധരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഗാന്ധിജിയെ വീണ്ടും കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ കഥ എഴുതുക. അത് 10 വർഷം എടുത്തെഴുതിയ കഥയാണ്. എൻ്റെ അതിന് മുമ്പുള്ള കഥ കഴിഞ്ഞിട്ട് ജ്ഞാനസ്നാനം എഴുതുവാൻ 10 വർഷം എടുത്തു. അതിൻ്റെ പേരിടാൻ മാത്രം അമോദി എന്നാണ് ആ കഥയുടെ പേരിട്ട് വെച്ചിരുന്നത്. ആദ്യം എഴുതിയപ്പോൾ അമോദി എന്നായിരുന്നു കഥയുടെ പേര്. അഹിംസ എന്നും അസ്തയം എന്നും അപരിഗ്രഹം എന്നും മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രത്തിന് സംഭാവന ചെയ്ത 3 വാക്കുകൾ, അതായത് അകാരം ചേർത്ത് അഭയപദങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് ഗാന്ധി. സ്തയം എന്ന് വെച്ചാൽ മോഷണമാണ്, പരിഗ്രഹം എന്ന് വെച്ചാൽ പിടിച്ചുപറിയാണ്,
ഹിംസ എന്ന് വെച്ചാൽ കൊലപാതകമാണ്. ഹിംസ എന്ന് വെച്ചാൽ ഗാന്ധിയുടെ കൊലപാതകം വാക്കുകൊണ്ടുള്ള കൊല കൂടിയാണ്. അതിനെല്ലാം അകാരം ചേർത്ത് അഹിംസ എന്നും അസ്തേയമെന്നും അപരിഗ്രഹമെന്നും പേരിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന് നൽകിയ ഒരു വലിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന് നൽകാവുന്ന മറ്റൊരു അഭയപദം എന്തായിരിക്കും എന്നുള്ള ആലോചനയിൽ നിന്നാണ് അമോദി എന്നുള്ള വാക്കിലേക്ക് എത്തിയത്. പക്ഷെ അത് ആ കഥയിൽ ഒരിക്കലും ഈ സമകാലിക രാഷ്ട്രീയത്തെ തൊടുക പോലും ചെയ്യാതെ, എന്നെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ ഒരു പഴുതും കൊടുക്കാതെ ആണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നാലാമത്തെ ഒരു വാക്ക് മഹാത്മാഗാന്ധി ഈ ലീലാധർ ബിത്തർ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ്റെ സ്വപ്നത്തിൽ വന്ന് അയാൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു വാക്കായിട്ടാണ് അത് വരുന്നത്. ഈ പേരിടാൻ വേണ്ടി അമോദി എന്നുള്ള പേര് വെട്ടി കാരണം അത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മാത്രം കഥയായിട്ട് ചുരുങ്ങിപ്പോയിരുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ നേതാക്കന്മാരൊക്കെ മൺമറിഞ്ഞു പോയാൽ നിലനിൽക്കേണ്ട ഒന്നാണ് എൻ്റെ എഴുത്ത് എന്നുള്ള വലിയൊരു ദുരാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് ജ്ഞാനസ്നാനം എന്ന് പേരിടാൻ വേണ്ടി മാത്രം കുറേ കാലം 3 വർഷത്തോളം ആ പേരിടാൻ തീരുമാനമാവാതെ വെട്ടി വെച്ചിരുന്നു. പിന്നീട് ഞാൻ സബർമതി ആശ്രമത്തിൽ, ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പോയി ഒരു ദിവസം മുഴുവനും അവിടെ ഒറ്റയ്ക്ക് ചെലവഴിച്ച, എൻ്റെ മകളും ഉണ്ടായിരുന്നു, അവൾക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ചെലവഴിച്ചതിൻ്റെ ആ ടെറൈൻ, ആ മണ്ണ്, ഗാന്ധി ചവിട്ടി കടന്ന ആ മണ്ണ് മനസ്സിലാക്കിയപ്പോഴാണ് ജ്ഞാനസ്നാനം എന്നുള്ള വാക്ക്. കടലിനെ ഒരു മഹാത്മാഗാന്ധിക്ക് ജ്ഞാനസ്നാനം നൽകുവാൻ ഒരു മാമോദിസ തൊട്ടി വേണമെങ്കിൽ അത് കടലായിരിക്കുമെന്നും ആ കടലിൽ മുങ്ങി നീരുന്ന സമയത്ത് ഗാന്ധിജിയിൽ ഒരു പരിവർത്തനം വന്നിട്ടുണ്ടാകുമെന്നും ആ സമയത്ത് മാത്രം അദ്ദേഹത്തിൽ മാത്രം പ്രകാശിച്ച, ബൈബിളിൽ പറയും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ജ്ഞാനസ്നാനം ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ ചുമലുകളിൽ വെള്ളരിപ്രാവിനെ പോലെ പറന്നിരുന്നു എന്ന് ബൈബിളിൽ പറയും. അതുപോലെ മഹാത്മാഗാന്ധിയിൽ ആ ജ്ഞാനസ്നാനത്തിൻ്റെ സന്ദർഭത്തിൽ സംഭവിച്ച ആ പരിണാമം എന്തായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട്, ഇപ്പം മഹാത്മാഗാന്ധി തന്നെ പറയും, എൻ്റെ ജീവിതം ഒരു പരീക്ഷണം ആണ്, അതുകൊണ്ടാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഏത് പരീക്ഷണത്തിലാണ്, ഉപ്പ് എന്ന് പറയുന്ന രാസവസ്തുവിൽ അദ്ദേഹം എന്ത് പരീക്ഷണമാണ് ചെയ്തത്, ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനത്തിൻ്റെ എന്താണ് പുതിയ ജ്ഞാനം അദ്ദേഹത്തിൽ സിദ്ധിച്ചത് എന്നുള്ള ആലോചനയിൽ നിന്നാണ് ജ്ഞാനസ്നാനം എഴുതുന്നത്. മഹാത്മാഗാന്ധി ഒരു മരുന്നായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇന്ത്യക്കുള്ളൊരു മരുന്നായിട്ട്. നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരനോട് ഇനിയും ഏറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കുവാനുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളിലേക്ക് എഴുത്തുകാരനെ കൈമാറുകയാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ മലയാള നോവൽ സാഹിത്യത്തിൽ സാറ് ഒരു വലിയ മാറ്റം കൊണ്ടുവന്നതാണല്ലോ മനുഷ്യന് ഒരാമുഖം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ജിതേന്ദ്രൻ എന്ന ആ കഥാപാത്രത്തെ, ഇന്നത്തെ കാലഘട്ടത്തെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യന് സാഹിത്യത്തിലൂടെ ഉള്ള ഒരു സന്ദേശം അത് ചെറുതായിട്ടൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? ജിതേന്ദ്രൻ നേരത്തെ പറഞ്ഞ മഹത്വത്തിൻ്റെ എലമെൻറ്റുകൾ ഇല്ലാത്ത മനുഷ്യരെ കണ്ട് നിരാശനായി പോയ ഒരു യുവാവാണ്. അയാൾ സർഗാത്മകമായി പലതരം സിദ്ധികളുള്ള മനുഷ്യനായിരുന്നു. അതിനകത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു നഗരത്തിലെങ്കിലും ഒരു മികച്ച ഗായകനായിട്ട് അറിയപ്പെടാനുള്ള സിദ്ധി അയാൾക്ക് പാട്ടിലുണ്ടായിരുന്നു. എഴുത്തിൽ അയാൾക്ക് സമകാലികരായ ഏത് കവിയോടും കിടപിടിക്കാവുന്ന സിദ്ധിയിൽ കവിത എഴുതുവാനുള്ള വൈഭവം അയാൾക്കുണ്ടായിരുന്നു. അയാൾ പഴയ കാലത്ത് ആയിരുന്നു, ഉദയനൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ അയാൾ ഉദയനക്കുറിപ്പിനെ പോലെയോ തച്ചോളി മരുവൻ ചന്തുവിനെ പോലെ ഗംഭീരനായിട്ടുള്ളൊരു യോദ്ധാവായിട്ട് അറിയപ്പെടുമായിരുന്നു. നക്സലേറ്റുകളുടെ കാലം, അദ്ദേഹം യുവാവായപ്പോഴേക്കും നക്സലേറ്റുകളുടെ കാലം പോലും കടന്നു പോയതുകൊണ്ട് ഒരു നക്സലേറ്റ് ആവാൻ പോലും പറ്റാത്തൊരു കാലത്ത്, കെട്ട കാലത്ത് ജീവിക്കേണ്ടി വന്ന ഒരു യുവാവായിട്ടാണ് അയാൾ സ്വയം പരിതപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമകാലത്തിൽ എൻ്റെ ഒപ്പം എനിക്ക് പരിചയമുള്ള ഒരുപാട് യുവാക്കളെ എനിക്ക് അറിയാം. ഞാനും തന്നെയും അത്തരം ഒരു യുവാവായിട്ടാണ് എന്നെ കണ്ടതും വളർന്നു വന്നത്. നമുക്ക് ഗംഭീരൻ എന്നോ മഹത്വമുള്ളവനെന്നോ ഉള്ള വാക്കുകൾ അപ്രസക്തമായി പോയ, പരപ്പനങ്ങാടി എന്ന് എൻ്റെ സുഹൃത്ത് രാമോഹൻ പാലിയത്ത് പറയുന്ന പോലെ ഫ്ലാറ്റായിട്ടുള്ള ഒരു അങ്ങാടിയായി തീർന്ന, പരന്നുപോയൊരു അങ്ങാടിയായി തീർന്ന ഒരു ലോകത്തിൽ മഹത്വത്തിൻ്റെ എലമെൻറ്റുകളൊന്നും ഇല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് വ്യാജ ഗുരുക്കന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ യുവത്വത്തിന് അവർക്ക് സംഭവിച്ച അപജയം എന്താണ് എന്ന് ഒരു മുത്തച്ഛനെ പോലെയോ ഒരു മുത്തശ്ശിയെ പോലെയോ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നോവൽ എഴുതിയത്. നോവൽ എഴുതാൻ ഒരു 4-5 നോവൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു നല്ല വായനക്കാരൻ ആകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. സാറിൻ്റെ മനുഷ്യന് ഒരാമുഖം
മൊത്തം അങ്ങനെ പല നോവലുകളും വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറേ കഥകൾ വായിച്ചിട്ടുണ്ട്. ഘടികാരം, ബ്ലഡി മേരി, അമ്മയുടെ ഗർഭപാത്രവും ചുമന്നുകൊണ്ട് പോകുന്ന, വേർപെടുത്തിയ ആ ഗർഭപാത്രവും ചുമന്നുകൊണ്ട് പോകുന്ന മകൻ്റെ കഥ, അങ്ങനെ അനവധി കഥകൾ വായിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കവിത പോലെ മനോഹരമാണ് വരികൾ. ഇതൊരു മുഖസ്തുതിയല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നു പറഞ്ഞത് പ്രൊഫസർ എം ലീലാവതിയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ നോവലിസ്റ്റ് ആയില്ലെങ്കിൽ ഒരു മഹാകവിയാകുമായിരുന്നു സുഭാഷ് ചന്ദ്രൻ എന്ന നോവലിസ്റ്റ് എന്ന് പറഞ്ഞത് ലീലാവതിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ സാറ് കവിതയിലേക്ക്, ഒരിക്കൽ പോലും കവിതയിലേക്ക്, കവിത എന്ന പച്ചയായ ഒരു ആ വരികളിലേക്ക് ഒരു കവിത എഴുതാൻ തുനിഞ്ഞിട്ടില്ലേ? അങ്ങനെ കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. ഒരു 2 വരി, ഈ ഗദ്യത്തെ പോലെ തന്നെ മനോഹരമായ 2 വരി പദ്യം ഒന്ന് ചൊല്ലിയാൽ ഞങ്ങൾക്ക് കവി എന്നുകൂടി വിളിക്കാമല്ലോ. ഗദ്യത്തിലെ കവി, നോവലിലെ കവി മാത്രമല്ല, യഥാർത്ഥ കവിയെ കൂടി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് ചോദിക്കാനും പറയാനും ഉള്ളത്. ഈ ചോദ്യം മനുഷ്യരാമത്തിൽ ആൻമേരി എന്ന് പറയുന്ന കാമുകി ജിതേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അവർ പ്രണയലേഖനങ്ങൾ എഴുതിയ സന്ദർഭത്തിൽ അവരുടെ ഒരു കത്തിൽ ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് 2 വരി കവിതകൾ എഴുതി അയക്കുമോ എന്ന്. അതിൻ്റെ ഉത്തരത്തിൽ ജിതേന്ദ്രൻ എഴുതുന്നു, അപ്പോൾ പിന്നെ ഇത്രയും കാലം ഞാൻ നിനക്ക് എഴുതിയത് പിന്നെ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ 29 ചെറുകഥകൾ എഴുതിയിട്ടുള്ളൂ. ഞാൻ 17 വയസ്സിൽ എഴുതിയ ഈഡിപ്പസിൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും ഇളയ കഥ. എനിക്കിന്ന് 54 വയസ്സായി. 37 വർഷങ്ങൾ കൊണ്ട് 29 ചെറുകഥകൾ മാത്രം എഴുതിയ ഒരാളെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മളൊരു തബലിസ്റ്റ് ആണെങ്കിൽ ദിവസവും കൊട്ടാൻ പോകണം, ഒരു ഗായകനാണെങ്കിൽ ദിവസവും പാടാൻ പോകണം. അങ്ങനെ ഒരു എഴുത്തുകാരന് ദിവസവും എന്തെങ്കിലും എഴുതി വയ്ക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ എഴുതാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു കഥ പോലും ശരാശരി എടുത്താൽ ഇല്ലാത്ത രീതിയിൽ കഴിവുകെട്ട ഒരു എഴുത്തുകാരനാണ് ഞാൻ. കൂടുതൽ സമയം കഴിവുകെട്ട ഒരു എഴുത്തുകാരനായി കഴിച്ചു കൂട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കവിതയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എഴുതാനായിട്ട് ഇരിക്കുക. ഇപ്പോൾ ഉണ്ണി സൂചിപ്പിച്ച ജ്ഞാനസ്നാനം എന്ന കഥയിൽ മഹാത്മാഗാന്ധി പറയുന്ന ഒരു കവിത ഉണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ ഗദ്യം ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നായിട്ട് വിചാരിക്കുന്നത്. അതിൻ്റെ ആത്മകഥയിലെ ഓരോ വാചകവും അതിൻ്റെ ആർജവം കൊണ്ട്, അതിൻ്റെ സത്യസന്ധത കൊണ്ട് ഏത് കവിയെയും മോഹിപ്പിക്കുന്ന ഒന്നാണ്. ഈ സത്യത്തെക്കാൾ കടന്നു നിൽക്കുന്ന സൗന്ദര്യബോധമാണ് കവിതയുടെ കാതൽ. സത്യത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യമാണ് കവിതയുടെ കാതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ സത്യം കൊണ്ട് ഈ സൗന്ദര്യാനുഭവം ഉണ്ടാക്കുന്ന കവിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സത്യമാണ്, അദ്ദേഹം അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ സത്യത്തിൻ്റെ ഹൃദയാവർജകത്വം കൊണ്ട് കവിതയുടെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു കവിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സന്ദർഭത്തിൽ, നേരത്തെ പറഞ്ഞ സന്ദർഭത്തിൽ ഗാന്ധിജി എന്തായിരിക്കും ഉപ്പിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എഴുതിയൊരു വാചകം പറയാം. അത് നോക്കൂ, ഈ ഉപ്പിൻ്റെ കൂമ്പാരങ്ങൾ, ത്രികോണാകൃതിയുള്ള പിരമിഡ് ഷേപ്പിലുള്ള കൂമ്പാരങ്ങൾ സബർമതിയുടെ ദണ്ഡിയുടെ തീരത്ത് ഒരുപാട് കാണുന്നത് നോക്കി പുലർക്കാലത്ത് മഹാത്മാഗാന്ധി ലീലാധർ വിത്തലിനോട് പറയുകയാണ്, നോക്കൂ, സഹസ്രസ്തനിയായ കടലമ്മയുടെ മുലപ്പാൽ പൊടി എന്ന് പറയും. നമ്മൾ പാൽപ്പൊടി കേട്ടിട്ടുണ്ട്, പക്ഷെ മുലപ്പാൽ പൊടി ഭാഗ്യവശാൽ ഇപ്പോഴും വിപണിയിൽ വന്നിട്ടില്ല. സഹസ്രസ്തനിയായ 1000 സ്തനങ്ങളുള്ള കടലമ്മയുടെ മുലപ്പാൽ പൊടി എന്ന് ഉപ്പിനെ ഗാന്ധിജി വിശേഷിപ്പിക്കുന്നുണ്ട്. അതിലും വലിയ കവിതയൊന്നും കേരളത്തിൽ ഇപ്പോൾ ആരും എഴുതുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചവറ മോഹൻദാസ്. അപ്പം ഞാൻ ഒരു 3 ബുക്ക് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിൽ 82 കവിതകൾ ചേർത്ത് ഒരു ബുക്ക് പ്രകാശനം ചെയ്ത്, അതിൻ്റെ പേര് താരകപ്പൂക്കൾ. രണ്ടാമത്തത് 6 ചെറുകഥകൾ ചേർത്ത് ഒരു ബുക്കുണ്ടാക്കി, അതിൻ്റെ പേര് വസന്തകാല സൂര്യൻ. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രണയകാവ്യം എഴുതണമെന്ന്. അങ്ങനെ ഒരെണ്ണം എഴുതി, അത് എൻ്റെ മുഖവത്ത്. അപ്പോൾ ഇത്രയും ഞാൻ എഴുതി, ഇത് പബ്ലിഷ് ചെയ്ത്. പക്ഷേ അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അത് എന്താണെന്ന് സാറൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഒരു കഥാപാത്രത്തിന് വേണ്ടുന്ന ഗുണങ്ങളും അതിൻ്റെ പക്വതയും കണക്കാക്കിയാണ് നമ്മളൊരു കഥാപാത്രം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ആ അറിവിൻ്റെ പരമാവധിയിൽ നിർത്തി വേണം നമ്മൾ ആ കഥ എഴുതിയെങ്കിലേ അത് ശോഭിക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ അത് പറ്റത്തില്ലെന്നാണ് എനിക്കുള്ള ഒരു ധാരണ. ഈ 6 കഥയിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. മലയാളത്തിലെ താങ്കൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു 6 കഥകൾ എന്നോട് പറയാമോ, പേരുകളെങ്കിലും? 3-4 കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കളുടെ കഥകളും കവിതകളും വേണ്ടത്ര ആളുകൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. മലയാളത്തിലെ ഗംഭീരന്മാരായ കഥാകൃത്തുക്കളുടെ ഏതെങ്കിലും ഒരു 6 കഥ, താങ്കളിപ്പോൾ 6 കഥകളുടെ സമാഹാരം സ്വന്തമായിട്ട് ഇപ്പൊ ഇറക്കി. പെട്ടെന്ന് ചോദിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളുടെ കഥകളും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തത്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. സാർ നമസ്കാരം. ഞാൻ കുരീപ്പുഴ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അങ്ങയുടെ എത്ര പുസ്തകങ്ങൾ പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്? ഏതെല്ലാം ഒരുപാട് കഥകൾ അങ്ങ് എഴുതിയിട്ടുണ്ടല്ലോ. ആ കഥകളുടെ ഏതെല്ലാം പുസ്തകങ്ങൾ ഈ തീസിസ് ആയിട്ടും പഠനങ്ങളുമായി ആയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 3 ഡോക്ടറേറ്റ് പ്രബന്ധങ്ങൾ PhD കിട്ടിയത് എൻ്റെ കഥകളിലും നോവലുകളിലും ഉണ്ട്. KR മീരയുടെയും എൻ്റെയും കഥകളിലെ രതിയും മൃതിയും ചേർത്തിട്ട് അടുത്ത കാലത്തൊരു കുട്ടിക്കും PhD അത് ഞങ്ങൾ രണ്ടുപേരും ചേർത്തിട്ടാണ്. ഇൻഡിവിജ്വലായിട്ട് ഒരു 3ഓളം PhD പ്രബന്ധങ്ങൾ എൻ്റെ കഥയിലും എൻ്റെ നോവലിലും വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മകൾ റൂർക്കി IIT-യിൽ എൻ്റെ നോവലിലാണ് റിസർച്ച് ചെയ്യുന്നത്. അത് എന്നെ സംഭ്രമിപ്പിച്ചുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യരാമുഖം കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഭൂപട നിർമ്മാണ ശാസ്ത്രം. എഴുത്തുകാരൻ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭൂപടങ്ങൾ യഥാർത്ഥ ഭൂപടങ്ങളെ അതിജീവിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് റിസർച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ തസ്രാക്ക് എന്ന് പറയുന്ന സ്ഥലം വിജയൻ ആധാരമാക്കിയ തസ്രാക്കാണെങ്കിലും വിജയൻ കണ്ട തസ്രാക്ക് ഇപ്പോൾ അവിടെ ഇല്ല. വിജയൻ സങ്കല്പിച്ച ഖസാക്ക് എല്ലാ കാലത്തേക്കുമായിട്ട് അനശ്വരമായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ എഴുത്തുകാരൻ്റെ സർഗഭൂപടങ്ങൾ അനശ്വരമായി തീരുകയും ദൈവമോ പ്രകൃതിയോ കാലമോ സൃഷ്ടിച്ച യഥാർത്ഥ ഭൂപടങ്ങൾ അതിൻ്റെ അതിർത്തി വരകൾ മാറി പലതായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നതിൻ്റെ വിസ്മയമാണ് അവള്. അതിനകത്ത് എൻ്റെ തച്ചനക്കരയാണ് പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ കൂടുമ്പോൾ എൻ്റെ അറിവിലൊരു 5 PhD എൻ്റെ എഴുത്തിൽ ഈ തുച്ഛമായിട്ടുള്ള എഴുത്തിന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ MA ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളാണെങ്കിലും ഞാൻ PhD ചെയ്തിട്ടില്ല. ഞാൻ UGC എഴുതിയിട്ടില്ല, ലെക്ചർഷിപ്പ് പരീക്ഷ എഴുതിയിട്ടില്ല, ആരുടെയും കീഴിൽ ഡോക്ടറാവാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എൻ്റെ പുസ്തകങ്ങളിൽ ഡോക്ടറേറ്റ് ഉള്ളത് എനിക്ക് സന്തോഷിക്കും. സമയം അതിക്രമിച്ചതിനാൽ അടുത്ത സെഷനിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. നമസ്കാരം സാർ, എൻ്റെ പേര് അനാമിക. അപ്പോൾ 2019 മനുഷ്യൻ്റെ ആമുഖം വായിച്ചത്. എനിക്ക് മനുഷ്യരുടെ ആമുഖത്തിലെ ജിതേന്ദ്രനെയൊക്കെ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അതിലും ഉപരിയായിട്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, സമുദ്രശിലയിലെ അമ്പയെ എഴുതുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വരയ്ക്കുമ്പോൾ എത്ര മനോഹരമായിട്ട് സ്ത്രീയുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും വരച്ച് കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ദുർഘടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ വളരെ അതിശയത്തോടെ, മനുഷ്യനൊരു ആമുഖം വായിച്ചപ്പോൾ മുതൽ എനിക്ക് അങ്ങേ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സമുദ്രശില വായിച്ചപ്പോൾ അതൊന്നും കൂടെ കൂടി. എനിക്ക് ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് വരച്ചതെന്നറിയാൻ ആകാംക്ഷയുണ്ട്. യഥാർത്ഥ കലാകാരൻ സ്ത്രീയും പുരുഷനുമാണ് ഒരേ സമയം. ദൈവത്തെ പോലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹിജഡയെ പോലെ ആണും പെണ്ണും കൂടി ചേർന്നാണ് എല്ലാ യഥാർത്ഥ കലാകാരന്മാരും. അത് എഴുതുന്ന സ്ത്രീകളിൽ പുരുഷൻ്റെ അംശം 50% ഉള്ളതുപോലെ യഥാർത്ഥ ആൺ എഴുത്തുകാരിലും 50% സ്ത്രീയാണ്. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ എഴുത്തിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആൺ കഥാപാത്രങ്ങളെ മാത്രമല്ലല്ലോ സൃഷ്ടിക്കുന്നത്, പെൺ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കേണ്ടി വരും. അപ്പം എൻ്റെ മനുഷ്യനാമുഖം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പഴി അത് പുരുഷനൊരാമുഖം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, അത്രയും പരുഷമായിട്ടുള്ള മെയിൽ ഗെയ്സിൻ്റെ ഒരു 100 വർഷമാണ് എഴുതി വെച്ചതെന്നായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ അമ്മ സ്ത്രീയാണ്, എനിക്ക് 3 പെങ്ങന്മാരുണ്ട്, അവർ നല്ല സ്ത്രീകളാണ്, എനിക്ക് 2 പെൺമക്കളാണുള്ളത്, അവർ നല്ല പെൺകുട്ടികളാണ്, എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും എനിക്ക് പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള പഴി എന്നെ വല്ലാതെ. സത്യത്തിൽ മനുഷ്യനാമത്തിൽ പകുതി 50% സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളാണ് അവരെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ മാത്രം ഒരു ഇതാണ് വിചാരമായിരിക്കും അത്. അപ്പോൾ അടുത്തൊരു നോവൽ എഴുതുമ്പോൾ സ്ത്രീയായിട്ട് പരകായ പ്രവേശം ചെയ്ത് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രസവരംഗങ്ങളുടെ അമ്പ പ്രസവിക്കുന്ന രംഗത്തിൻ്റെ വരെ വർണ്ണന വിശദമായിട്ടുണ്ട്. അത് മലയാളത്തിലൊന്നും ഒരു സ്ത്രീ എഴുത്തുകാരിയും എഴുതിയിട്ടില്ല. നമ്മുടെ ഒരുപാട് സ്ത്രീ എഴുത്തുകാരികളുണ്ടെങ്കിലും അവർ പ്രസവത്തെപ്പറ്റി പെയിൻ ഒക്കെ എഴുതുമെങ്കിലും അത്ര ഇൻറ്റൻസിറ്റിയിൽ അത് എഴുതിയിട്ടില്ല. ഞാൻ ആ സമയത്ത് എഴുതുന്ന സമയത്ത് പ്രസവിച്ചുകൊണ്ടാണ് അത് എഴുതിയത്. അങ്ങനെ പറ്റും മനുഷ്യനെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സങ്കല്പത്തിൻ്റെ സമയത്ത്
അതിന് കിട്ടിയ ഏറ്റവും വലിയ പ്രശംസ എൻ്റെ ക്ലാസ്മേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഒരു മുരടനായിട്ടുള്ള ആണാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സമുദ്രശില വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ നല്ലൊരു പെണ്ണാണ് എന്ന് മനസ്സിലായി. സമകാലീന മലയാള സാഹിത്യം സമൂഹത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ശക്തമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ചോദ്യം ചെയ്യൽ, അതിൻ്റെ വിചാരണം നടത്തലൊന്നും എഴുത്തിൻ്റെ പ്രധാന ധർമ്മമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ എഴുത്തിൽ അതിശക്തമായ ചോദ്യങ്ങൾ ഉണ്ടായി വരികയാണ് ചെയ്യുക. ഒരു ചോദ്യം ചോദിച്ചു കളയാം, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം മുഴക്കി കളയാം എന്ന് പറഞ്ഞിട്ട് ഒരാളും പേന എടുക്കുന്നില്ല. സർഗാത്മകതയുടെ നിമിഷത്തിൽ അങ്ങനെ ആരോടും വെല്ലുവിളികളില്ല. ഒരു പെടച്ചിലായിട്ടാണ് എഴുത്തിനെ ഞാൻ സങ്കല്പിക്കുന്നത്, ഒരു ഓട്ടമത്സരമായിട്ടല്ല. ഒരു കാണിയുമില്ലാത്ത ഒരു മൈതാന മധ്യത്തിൽ തെയ്യത്തിൻ്റെയോ മറ്റോ വേഷം കെട്ടി ഇടിമിന്നലുകളും ഘോരമായ മഴയുമുള്ള ഒരു രാത്രിയിൽ അവനവന് വേണ്ടിയിട്ട് ഉറഞ്ഞു തുള്ളുന്ന ഒരു തെയ്യമായിട്ടാണ് ഞാൻ എന്നെ എഴുത്തിൻ്റെ സന്ദർഭങ്ങളിൽ തിരിച്ചറിയാറുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ആരോടും ചോദ്യങ്ങളൊന്നുമില്ല. ദൈവത്തിന് നേരെ എന്ന് പറയാൻ എനിക്ക് ശക്തിയില്ല, കാരണം ദൈവം ഒരു സങ്കല്പം മാത്രമാണെന്നുള്ള ബോധ്യമാണ് എന്നെ ഭരിക്കുന്നത്. അതൊരു നല്ല സങ്കല്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, മഹത്തായ ഒരു സങ്കല്പമാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ പ്രകൃതിയോട്, കാലത്തോട്, സമയത്തോട് നിസ്സഹായനായ മനുഷ്യൻ നടത്തുന്ന ഉറക്കെയുള്ളൊരു നിലവിളിയായിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തിനെ കണ്ടിട്ടുള്ളത്. ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമാണത്, അലറിയിട്ടുള്ളൊരു കരച്ചിലാണത്. അതിന് ആ കരച്ചിൽ വായനക്കാരന് സഹ്യമാകുവാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളാണ് നമ്മൾ അലങ്കാരമായിട്ടും ഭാഷയായിട്ടും ആശയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ജന്തു, കേവലനായിട്ടുള്ള ഈ നിസ്സഹായനായിട്ടുള്ള ഈ ജന്തുവിൻ്റെ ഒരു കരച്ചിൽ മാത്രമാണ് എഴുത്തെന്നാണ് എൻ്റെ വിചാരം.